ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫാക്ടറിംഗ് എന്ന ടോപ്പിക്കാണ്. എന്താണ് ഫാക്ടറിംഗ് നോക്കാം. Factoring is the financing of receivables. Factoring simply refers to selling the receivables by a firm to another party. The buyer of the receivable is called the factor. അതായത് ഫാക്ടറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു ഓർഗനൈസേഷൻ അവരുടെ എല്ലാ ഇടപാടുകളും അവരുടെ എല്ലാ സെയിൽസും എങ്ങനെയാ ക്യാഷിന് ആവണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പം ക്യാഷ് സെയിൽ അല്ലാത്ത കേസിൽ നമ്മൾ ഇപ്പം എന്താണ് കടത്തിന് കൊടുക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ നിന്നും നമ്മൾ ബില്ല് സൈൻ ചെയ്ത് വാങ്ങിക്കാറുണ്ട്. അതായത് ബിൽ റിസീവബിൾസ് എന്ന് പറയാറുണ്ട് നമ്മളിതിൽ. അതായത് ഒരു അക്നോളജ്മെന്റ് ആണ്, അവരുടെ കയ്യിൽ നിന്ന് ഇത്ര എമൗണ്ട് നമുക്ക് കിട്ടാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മേടിക്കുന്നതാണ് ബില്ല്. ആ ബില്ല് അല്ലെങ്കിൽ ആ റിസീവബിൾസ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് പണത്തിന് അത്യാവശ്യം വരുന്ന സാഹചര്യത്തിൽ ഫേം വേറൊരു ഫിനാൻഷ്യൽ എൻറ്റിറ്റിയിലേക്ക് കൈമാറി ക്യാഷാക്കി കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് ഫാക്ടറിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആരാണോ ആ തേർഡ് പാർട്ടി, അതായത് ബില്ല് അല്ലെങ്കിൽ റിസീവബിൾസ് നമ്മൾ വേറൊരു പാർട്ടിക്ക് സെല്ല് ചെയ്യുകയാണ്. അപ്പോൾ ആരാണ് അത് ഏറ്റെടുക്കുന്നത് അല്ലെങ്കിൽ ഏത് പാർട്ടിയാണോ ആ ബില്ല് വാങ്ങുന്നത് അവരെ നമുക്ക് ഫാക്ടർ എന്ന് വിളിക്കാം. ഓക്കെ, in short, factoring is an agreement in which the factor take over the book debt of firm and collect them from fees. അതായത് ഇവിടെ ഒരു എഗ്രിമെന്റ് പ്രകാരം എന്ത് ചെയ്യുന്നു, ഫാക്ടർ ഒരു ഫേമിന്റെ ഡെപ്റ്റ് ടേക്ക് ഓവർ ചെയ്യാണ്. ഓക്കെ, അതിൽ നിന്നും അവരെന്ത് ചെയ്യുന്നു, ആ ടേക്ക് ഓവർ ചെയ്തിട്ട് അവർ അതിന്റെ ക്യാഷ് ഫേമിന് കൊടുക്കുകയും ചെയ്യും. ഓക്കെ, അതിന് ചെറിയൊരു ഫീസും അവർ ഈടാക്കും. ഓക്കെ, ദെൻ ടൈപ്പ് ഓഫ് ഫാക്ടറിങ്, അതിലൊന്നാണ് റീകോഴ്സ് ഫാക്ടറിങ്. റീകോഴ്സ് ഫാക്ടറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാക്ടർ ഓൺലി ദ മാനേജ് ദ റിസീവബിൾസ് വിത്തൗട്ട് ടേക്കിംഗ് എനി റിസ്ക്, ബാഡ് ഡെപ്റ്റ് എക്സെട്ര. നമുക്കറിയാം ഈ ബിൽ റിസീവബിൾ ആയാലും ബാഡ് ഇതൊക്കെ എന്താണ്, ഇതിൽ അവിടെ നമുക്ക് കിട്ടാതെ ഇരിക്കാൻ, അതായത് നമുക്ക് തരാനുള്ള പണം കിട്ടാതിരിക്കാനുള്ള ചാൻസ്, ബാഡ് ഡെപ്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ആ ബാഡ് ഡെപ്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ്, അത് മുഖാന്തരമുള്ള റിസ്ക് ആര് കവർ ചെയ്യില്ല, ഫാക്ടർ ഏറ്റെടുക്കുന്നില്ല എങ്കിൽ അതിനെയാണ് റീകോഴ്സ് ഫാക്ടറിങ് എന്ന് പറയുന്നത്. ഫുൾ റിസ്ക് ഈസ് ബോൺ ബൈ ദി ഫേം. അതായത് ആരാണോ, ഏത് ഫേം ആണോ ആ ഫേം തന്നെയാണ് അതിന്റെ മൊത്തം റിസ്ക്, അതായത് ബാഡ് ഡെപ്റ്റിന്റെ റിസ്ക് എടുക്കുന്നത്. ദെൻ നോൺ റീകോഴ്സ് ഫാക്ടറിങ്, അപ്പൊ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് നമ്മുടെ ക്ലയന്റിന്റെ കയ്യിൽ നിന്നും കിട്ടാനുള്ള എന്താണ്, അല്ലെങ്കിൽ ബില്ല് ബാഡ് ഡെപ്റ്റ് ആയി പോകാനുള്ള ചാൻസ്, അത് അതിന്റെ റിസ്ക് ആര് ഏറ്റെടുക്കുന്നു, ഫാക്ടർ തന്നെ ഏറ്റെടുക്കുന്നു. നമുക്ക് 100% ക്യാഷും നമുക്ക് കിട്ടും. അങ്ങനെയെങ്കിൽ അതിനെ നോൺ റികോഴ്സ് ഫാക്ടറിങ് എന്നാണ് പറയുന്നത്. ദിസ് ഈസ് കോൾഡ് ഫുൾ ഫാക്ടറിങ് എന്നും ഇതിനറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അടുത്തതാണ് മെച്യൂരിറ്റി ഫാക്ടറിങ്. മെച്യൂരിറ്റി ഫാക്ടറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? The factor pay client only when the receive fund collection of credit sales from the customer or when the customer guarantee full payment. Maturity factoring എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ ബിൽ റിസീവബിൾ എന്താണ് ഉപയോഗിച്ച് ആ തേർഡ് പാർട്ടി അല്ലെങ്കിൽ ബാങ്ക് ആണോ ഫാക്ടർ ആയിട്ട് നിൽക്കുന്നതെങ്കിൽ ആ ഫാക്ടർ കളക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ക്യാഷ് തരുന്ന രീതിയാണ് എന്ത് മെച്യൂരിറ്റി ഫാക്ടറിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കസ്റ്റമർ എന്താണ് ഫുൾ എമൗണ്ട് കൊടുക്കാൻ ഗ്യാരണ്ടി നൽകിയതിന് ശേഷം നമുക്ക് എമൗണ്ട് തരുന്ന രീതിയാണ് മെച്യൂരിറ്റി ഫാക്ടറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്താണ് അഡ്വാൻസ് ഫാക്ടറിംഗ്. അതായത് ഹിയർ ദ ഫാക്ടർ മേക്ക് അഡ്വാൻസ് പേയ്മെന്റ് ഓഫ് അബൌട്ട് 80% ഓഫ് ദി ഇൻവോയ്സ് വാല്യൂ ഓഫ് ദി ക്ലയന്റ്. അതായത് ബിൽ റിസീവബിളിന്റെ 80% നമുക്ക് മെച്യൂരിറ്റിക്ക് മുമ്പായിട്ട് നമുക്ക് തരുന്നതിനെയാണ് അഡ്വാൻസ് ഫാക്ടറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ്. അണ്ടർ ദിസ് arrangement of the factor give advance to the client against receivables and collect interest for the period extending from the date of advance to the date of collection. അതായത് ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ് എന്ന് പറഞ്ഞെങ്കിൽ അതും ഇതിന് നമുക്ക് അഡ്വാൻസ് ആയിട്ട് കിട്ടും, പക്ഷെ എന്താണ് ഒരു സർവീസ് ചാർജ് അവർ ഈടാക്കും അതിന്റെ മുകളിൽ. ഓക്കെ, അതാണ് ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ് എന്ന് പറഞ്ഞത്. ദെൻ അൺഡിസ്ക്ലോസ്ഡ് ഫാക്ടറിങ്. In this case, the customer are not at all informed about the factoring agreement between the factor and the client. ഇവിടെ എന്താണ് നമ്മുടെ ഡെപ്റ്റേഴ്സിന് എന്താണ് ഫാക്ടറും അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനവും തമ്മിലുള്ള അഗ്രിമെന്റ് എന്താണെന്നുള്ളത് അവരെ അറിയിച്ചിട്ടുണ്ടായിരിക്കില്ല. അത്തരത്തിലുള്ള ഫാക്ടറിങ്ങിനെ വിളിക്കുന്നതാണ് അൺഡിസ്ക്ലോസ്ഡ് ഫാക്ടറിങ് എന്ന് പറഞ്ഞത്. ദ ഫാക്ടർ പെർഫോം ഓൾ ഇറ്റ്സ് യൂഷ്വൽ ഫാക്ടറിങ് സർവീസ് ഇൻ ദി നെയിം ഓഫ് ദി ക്ലയന്റ് ഓർ സെയിൽസ് കമ്പനി ടു വിച്ച് ദ ക്ലയന്റ് സെൽ ഇറ്റ്സ് ബുക്സ് ഡെപ്റ്റ്.
Through this company, the factor deals with the customer. This type of factoring is found in UK. ബ്രിട്ടനിലൊക്കെ കാണുന്ന ഒരു തരം ഫാക്ടറിംഗ് ആണിത്. ഇപ്പൊ ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡിസ്കൗണ്ട് നമ്മൾ ഫാക്ടറി ഡിസ്കൗണ്ട് ചെയ്യുന്നത് ആരറിയുന്നില്ല, നമ്മുടെ യഥാർത്ഥ കസ്റ്റമർ അറിയുന്നില്ല, ഡെപ്റ്റർ അറിയുന്നില്ല, ബില്ല് സൈൻ ചെയ്തിട്ടുള്ള ഡെപ്റ്റർ അറിയുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാക്ടറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ എന്താണ്, നമ്മൾ ഒരു ഓർഗനൈസേഷൻ ആണെന്ന് വിചാരിക്കുക. നമ്മുടെ ഓർഗനൈസേഷനിലെ സെയിൽസ് നടന്നപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള റിസീവബിൾസ് നമ്മൾ എന്ത് ചെയ്യുന്നു, എൻക്യാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ആളെ അല്ലെങ്കിൽ വേറൊരു തേർഡ് പാർട്ടിയെ ഏൽപ്പിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫാക്ടറിംഗ് എന്ന് പറയുന്നത്. ആ തേർഡ് പാർട്ടിയെ നമുക്ക് ഫാക്ടർ എന്ന് പറയാം. ഓക്കെ, അപ്പം ഞാനും കസ്റ്റമറും തമ്മിലുള്ള അഗ്രിമെന്റ് അല്ലെങ്കിൽ ആ ബിൽ റിസീവബിൾ വേറൊരു തേർഡ് പാർട്ടി വഴി എന്തായിരുന്നു എൻക്യാഷ് ചെയ്തെടുക്കുക, അതിനെയാണ് ഫാക്ടറിംഗ് എന്ന് പറയുന്നത്. ഫാക്ടറിംഗ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫാക്ടറിംഗ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 5 ടൈപ്പ് ഫാക്ടറിംഗ്, 6 ടൈപ്പ് ഫാക്ടറിംഗ് ഉണ്ട്. ഓക്കെ, നോക്കി വെക്കുന്നത് നന്നായിരിക്കും. പ്രോസസ് ഓഫ് ഫാക്ടറിംഗ് എന്താണ്, ഫാക്ടറിംഗ് എന്നുള്ള പ്രോസസ്സ് എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദ ഫേം, അതായത് സെയിൽ നടത്തുന്ന സ്ഥാപനം, ഹാവിംഗ് ബുക്ക് ഡെപ്റ്റ് എൻ്റർ ഇൻ ടു ആൻ അഗ്രിമെന്റ് വിത്ത് ഫാക്ടറിംഗ് ഏജൻസി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ബുക്ക് ഡെപ്റ്റ് ഉള്ള, അതായത് കടത്തിന് സെയിൽ നടത്തിയിട്ടുള്ള ആ സ്ഥാപനം, അവരുടെ കയ്യിൽ എന്താണ് റിസീവബിൾസ് ഉണ്ട്. ഓക്കെ, ആ സ്ഥാപനം എന്താണ് ഒരു ഫാക്ടറിംഗ് ഏജൻസിയോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ഒരു അഗ്രിമെന്റിലേക്ക് എത്തുന്നു. ഓക്കെ, ദ ക്ലയന്റ് ഡെലിവർ ഓൾ ഓർഡർ ആൻഡ് ദ ഇൻവോയ്സസ് കോപ്പി അറൈസിംഗ് ഫ്രം ദി ക്രെഡിറ്റ് സെയിൽ ടു ദി ഫാക്ടർ. അപ്പം എല്ലാ ഓർഡേഴ്സും ഇൻവോയ്സ് കോപ്പിയും ഒക്കെ എന്ത് ചെയ്യുന്നു, ഈ ക്ലയന്റ്, അതായത് നമ്മുടെ സ്ഥാപനം ആർക്ക്, ഫാക്ടർക്ക്, ആ ഫാക്ടറിംഗ് ഏജൻസിക്ക് കൈമാറുന്നു. The factor pay around 80% of the invoice value depend on the price of the factory agreement as advance. ഏകദേശം എത്രയാണ് ഇൻവോയ്സ് വാല്യൂ, ഫാക്ടറി അഗ്രിമെന്റിലുള്ള വാല്യൂ എത്ര അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഇൻവോയ്സ് വാല്യൂവിന്റെ ഏകദേശം ഒരു 80% അഡ്വാൻസ് ആയിട്ട് ആ ഒരു ഫാക്ടർ ക്ലയന്റിന് നൽകും. ഓക്കെ, ദ ബാലൻസ് എമൗണ്ട് ഈസ് പെയ്ഡ് വെൻ ദ ഫാക്ടർ കളക്ട് കംപ്ലീറ്റ് എമൗണ്ട് ഓഫ് മണി ഡ്യൂ ഫ്രം കസ്റ്റമർ. അപ്പോൾ ക്ലയൻസ് ഡെപ്റ്റർ, അതായത് ക്ലയന്റിന്റെ ഡെപ്റ്ററുടെ കയ്യിൽ നിന്നും കംപ്ലീറ്റ് എമൗണ്ട് കിട്ടിയതിന് ശേഷം ബാക്കി എമൗണ്ട് എന്ത് ചെയ്യും, ഫാക്ടർ ആർക്ക് കൊടുക്കും, ക്ലയന്റിന് കൊടുക്കും. ഓക്കെ, എഗെയിൻസ്റ്റ് ഓൾ ദീസ് സർവീസസ്, ഈ ഫാക്ടർ നൽകുന്ന ഈ സർവീസസിനൊക്കെ ഫാക്ടർ എന്ത് ചെയ്യും, ഒരു ചാർജ് ഈടാക്കും. അതിന് സർവീസ് ചാർജ് എന്ന് പറയും. ഓക്കെ, ഇതാണ് ഫാക്ടറിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ അതിൻ്റെ ഒരു ഗ്രാഫ് ഇവിടെ കാണാൻ പറ്റും. സെല്ലർ, അതായത് ക്ലയന്റ്, നമ്മുടെ സ്ഥാപനം. അപ്പോൾ എൻ്റെ ബിസിനസ് ആണെങ്കിൽ ഞാനാണ് ഇവിടെ ക്ലയന്റ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ബിസിനസ്സിലെ പ്രോഡക്റ്റ് കസ്റ്റമർക്ക് കടത്തിന് കൊടുക്കുന്നു, ക്രെഡിറ്റ് സൈഡിന് നൽകുന്നു. ഓക്കെ, ആ കടത്തിന് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നത്, ആ ഒരു സ്റ്റേറ്റ്മെന്റ് ടു കസ്റ്റമർ കടത്തിന് കൊടുക്കുന്നു. അപ്പോൾ അവിടെ ഒരു പേയ്മെന്റ് ഫാക്ടർ, അതായത് ആ കടത്തിന് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബയ്യറുടെ കയ്യിൽ നിന്നും എനിക്ക് എന്ത് കിട്ടും, ഒരു റിസീവേഴ്സ് കിട്ടും. അത് എന്ത് ചെയ്യുന്നു, ഞാൻ ഫാക്ടറുമായിട്ട് ആ റിസീവേഴ്സ് ഫാക്ടർ കൊടുക്കുന്നു. അങ്ങനെ ഫാക്ടർ എന്ത് ചെയ്യുന്നു, എനിക്ക് സെല്ലർ എന്ത് ചെയ്യുന്നു, ആ ഫാക്ടർ ആര് കൊടുക്കും, മീൻസ് ആ റിസീവേഴ്സ് ഫാക്ടർക്ക് കൊടുക്കുന്നു. ഓക്കെ, ഫാക്ടർ എന്ത് ചെയ്യുന്നു, ഏകദേശം 80% സെല്ലർക്ക് അതിൽ നിന്നും തരുന്നു. ഓക്കെ, ബാലൻസ് 20% റിയലൈസേഷൻ സമയത്ത് തരുന്നു. ക്ലിയർ? ദെൻ ബയ്യർ എന്താ ചെയ്യുന്നത്, ബയ്യർ പിന്നെ നമുക്കല്ല, മീൻസ് എൻ്റെ സ്ഥാപനത്തിനല്ല പണം തരുന്നത്, ആർക്കാ തരിക, ബയ്യർ കൊടുക്കുന്നത് ഫാക്ടറിക്കായിരിക്കും ക്യാഷ് കൊടുക്കുക. ഓക്കെ, ഫാക്ടറിക്ക് ക്യാഷ് കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ബാലൻസിൽ 20% ആർക്ക് തന്നെ തരും, ഫാക്ടർ സെല്ലർക്ക് തരും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്, പ്രോസസ് ഓഫ് മെക്കാനിസം. നേരത്തെ പറഞ്ഞിട്ടുള്ള പാരഗ്രാഫ് ഒരു ഗ്രാഫ് രൂപത്തിൽ ഇവിടെ കാണിച്ചെന്നുള്ളൂ. ഇനി ഫീച്ചേഴ്സ് ഓഫ് ഫാക്ടറിംഗ് ഉണ്ട്. ഫാക്ടറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈസ് എ സർവീസ് ഓഫ് ഫിനാൻഷ്യൽ നേച്ചർ. ഇത് എന്താണ്, ഇറ്റ് ഇൻവോൾവ് ദ കൺവേർഷൻ ഓഫ് ക്രെഡിറ്റ് ബിൽ ഇൻ ടു ക്യാഷ്. ക്രെഡിറ്റ് ബില്ല് ക്യാഷ് ആക്കിയാണ് വേണ്ടി ചെയ്യുന്ന ഒന്നാണ്. ദെൻ ദ ഫാക്ടർ പർച്ചേസ് ദി ക്രെഡിറ്റ് ഓർ റിസീവബിൾസ് ആൻഡ് കളക്ട് ദം ഓൺ ഡ്യൂ ഡേറ്റ്. ദസ് ദ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ദ ക്രെഡിറ്റ് ആർ അസ്യൂംഡ് ബൈ ദി ഫാക്ടർ. അതായത് വായിച്ച് നോക്കി തന്നെ കിട്ടുന്ന കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. പിന്നെ ജനറലി ഒരു ഫാക്ടറിംഗ് പീരീഡ് എന്ന് പറഞ്ഞത് 90 to 150 days ആണ്. 90 മുതൽ 150 ദിവസമാണ് ഫാക്ടറിംഗ് ഡേറ്റ് എന്ന് പറയുന്നത്. വായിച്ച് നോക്കാവുന്നതാണ്. ഓക്കെ, ദെൻ ഫങ്ഷൻസ് ഓഫ് ഫാക്ടറുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അത് പ്രൊവിഷൻസ് ഓഫ് ഫിനാൻസ്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് സെയിൽസ് ലെഡ്ജർ, ദെൻ കളക്ഷൻ ഓഫ് റിസീവബിൾസ്, പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് റിസ്ക്, ക്രെഡിറ്റ് മാനേജ്മെന്റ്, അഡ്വൈസറി സർവീസസ്. ഇതൊക്കെയാണ് ഫാക്ടറിയുടെ ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. ഓക്കെ,
അപ്പം ഫാക്ടറിങ് എന്നുള്ളത് ഒരു ടോപ്പിക് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക, മീനിങ് മനസ്സിലാക്കുക, ഒന്ന് നന്നായിട്ട് എക്സാമിന് എഴുതുക. ഓക്കെ.